ഇതിപ്പോ പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട്. വണ്ടി ഇപ്പം ഇത് മിക്കവാറും എങ്ങും വരാൻ ചാൻസ് ഉണ്ടാവത്തില്ല കേട്ടോ. ഏകദേശം നമ്മുടെ 400 വണ്ടിക്ക് മുകളിൽ ഇവിടെ മാത്രം സ്റ്റോക്ക് ഉണ്ട്. ഇത് കേരളത്തിൽ ആകെ 4 പീസ് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ബ്രാൻഡിന്റെ ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികളും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. 15 ഡേയ്സ് കംപ്ലീറ്റ് ചെക്കിംഗ് വാറന്റി ഉൾപ്പെടെ നമുക്ക് തരുന്നതാണ്. എല്ലാ വണ്ടിക്കും എന്തുണ്ടെങ്കിലും നമ്മൾ ചെയ്തു തരും. അതുകൊണ്ട് മാത്രമേ നമുക്ക് ഇത്രയും വണ്ടികൾ ഒരു മാസം പോകുന്നത്. ഇപ്പൊ ഈ കാണിക്കുന്ന മുതൽ ഈ സാധനവും വേറെ കേരളത്തിൽ ഒരു ഷോറൂമിലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ട്രയംഫിന്റെ എല്ലാ മോഡൽസും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. എല്ലാ വണ്ടിയും സിംഗിൾ ഓണർഷിപ്പ്. 90% വണ്ടികളും ഇവിടെ ഉള്ളത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതൊക്കെ നിസാര കിലോമീറ്റർ ഓടിയേക്കുന്ന ഫ്രഷ് വണ്ടി കേട്ടോ. ഈ ഇരിക്കുന്നതെല്ലാം 390 Gen 3 പുത്തൻ വണ്ടികളാണ്. അതുപോലെ 250കൾ അതുപോലെ ഉണ്ട്. ഈ സീറ്റുകളെല്ലാം 2022, 23, 24 വരെയുള്ള വണ്ടികളാണ് ഉള്ളത്. 2023, 24, 25 Gen 3 ഈ വണ്ടി 2026 1000 കിലോമീറ്റർ ഓടിയ ഹൈനസ്. ഈ ഇരിക്കുന്ന സെക്ഷൻ കംപ്ലീറ്റ് MDs ആണ് ഇരിക്കുന്നത്. 21, 22, 23, 24, 25 വരെയുള്ള വണ്ടിയുണ്ട്. കംപ്ലീറ്റ് വണ്ടികളും V4കളും V3കളുമാണ്. ഇതൊക്കെ വേറെ ഏതെങ്കിലും ഷോറൂമിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഇഷ്ടംപോലെ സ്കൂട്ടേഴ്സ് മൈലേജ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോ സ്കൂട്ടർ ചാകരല്ലേ, എൻടോർക്കിന്റെ വമ്പൻ കളക്ഷൻസ് ആണല്ലോ. 23, 24, 25 വണ്ടികളൊക്കെ ഉള്ളത് 20,000 രൂപ സ്പെഷ്യൽ ഓഫർ ആണ്. ഈ ഗ്ലാമർ ഒക്കെ നല്ല ഫ്രഷ് കണ്ടീഷൻ വണ്ടി 12,000 ഓടിയിട്ടുള്ളൂ. ഇതിന്റെ വണ്ടിയാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അജാസ്. അപ്പോൾ ഒരു 3 മാസത്തിന് ശേഷം ഞാനൊരു യൂസ്ഡ് ബൈക്ക് ഷോറൂമിലേക്ക് വന്നേക്കാണ്. പ്രീമിയം യൂസ്ഡ് ബൈക്ക് ഷോറൂം അല്ലേ, സെലക്സ് മോട്ടോറാഡ് എന്ന പ്രീമിയം യൂസ്ഡ് ബൈക്ക് ഷോറൂമിനാണുള്ളത്. എറണാകുളം ജില്ലയിലെ കലൂർ കത്രിക്കടവ് റോഡിലാണ് ലൊക്കേഷൻ വരുന്നത്. അച്ചു ബ്രോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ 3 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സെയിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആ സമയത്ത് നമ്മളോട് വന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെയും റഷും കാര്യങ്ങളും കോൾ അറ്റൻഡ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് വരാറുന്നത്. അപ്പോൾ ഈ 3 മാസം സെയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ 250 വെഹിക്കിൾസിന്റെ മുകളിലാണ് നമ്മൾ മാസം തോറും കൊടുക്കുന്നത്. 250 ഇവിടെ മാത്രമല്ലേ? അല്ല, നമ്മുടെ രണ്ട് ഷോറൂം 250 വണ്ടി മാത്രം ഏകദേശം ഒരു 170, 160 ആ റേഞ്ചിൽ എല്ലാ മാസവും കൊടുക്കുന്നത്. അപ്പൊ അത്രത്തോളം റഷ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തോണ്ടാണ് ഡെയിലി വിളിച്ചോണ്ടിരുന്നിട്ടും ഇടക്കിടക്ക് വിളിക്കുവായിരുന്നു. അതായത് ഇവര് സിംഗിൾ റീൽ ഇടുന്നുണ്ട്, അല്ലാതെ വേറെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കോൾസ് വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് ഇതിന് ഇങ്ങനെ റഷാവും. ഒരുമാതിരി റഷ് ആയിരുന്നു. പിന്നെ ഇപ്പം ഈ ഒരു മാസം മാത്രമാണ് മഴയായതുകൊണ്ട് കുറച്ച് കച്ചവടം കുറഞ്ഞത്. സ്റ്റോക്ക് അത്യാവശ്യം മാറിയിട്ടുണ്ടല്ലേ? സ്റ്റോക്ക് ഇപ്പം വന്നേക്കുന്ന സ്റ്റോക്ക് എല്ലാം പുതിയതാണ്. 3 മാസം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം പുതിയ സ്റ്റോക്ക് ഉള്ളത്. നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത്യാവശ്യം മൈലേജ് ഉണ്ടെങ്കിൽ സ്കൂട്ടേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ BMW കുറച്ച് പുത്തൻ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ അകത്ത് നോക്കുകയാണെങ്കിൽ സ്പോർട്സ് സെഗ്മെന്റ് വണ്ടികളും എല്ലാ വണ്ടികളും ഉണ്ട്. പ്രീമിയം വണ്ടിയുടെ അകത്താണ്. ഏറ്റവും കൂടിയ വണ്ടി ഏതാ ഇപ്പൊ ഇരിക്കണം? ഏറ്റവും കൂടിയ വണ്ടി BMW-ന്റെ 1250 ഇരിക്കുന്നുണ്ട്. ഇതൊരു കുറച്ച് നാളായിട്ട് എന്റെ ഉള്ള വണ്ടിയായിരുന്നു. പക്ഷെ ഇത് സർവീസ് ചെയ്യണ്ടായിരുന്നു. ഏകദേശം 2 ലക്ഷം രൂപയോളം സർവീസ് കഴിഞ്ഞിട്ട് ഇപ്പം വന്നേക്കുന്നതാ. നമ്മൾ ഇതിന്റെ ഗ്രാഫിക്സ് കൂടെ ചേഞ്ച് ചെയ്യാറുണ്ട്. ഗ്രാഫിക്സ് കൂടെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത്. 16.5 ലക്ഷമാണ് നമ്മൾ ചോദിക്കുന്നത്. 16,50,000 രൂപയാണ് വണ്ടിയുടെ വില വരുന്നത്. 2020 മോഡല് 1250 ആണ്. ക്ലീൻ പീസ് വണ്ടിയാണ്. അതുപോലെ 2025 850 GS ഇരിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 12 ലക്ഷം രൂപ. 12 ലക്ഷം രൂപ. ഡൗൺ പേയ്മെന്റ് എത്ര വരും വണ്ടിക്കൊക്കെ? ഏകദേശം ഒരു 3.5 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചാലും നമുക്ക് ഇത് ഇറക്കാം. ഇതാണെങ്കിലോ ഇതിന്റെയൊക്കെ ഒരു ചെറിയ വെർഷനാ സത്യത്തിൽ. ഈ വണ്ടി അതേ ഷേപ്പ് ഒക്കെ തന്നെ. നമുക്ക് 2020 മോഡല് 2 ലക്ഷം രൂപ താഴെ കൊടുക്കാം. 2 ലക്ഷം രൂപ. ഇനി ഇതൊന്നും അല്ല, ഇനി അകത്ത് വേറെ BMWs ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല. ഒരു ഓണപ്പൂക്കളം പോലെ അടുത്ത മാസമൊക്കെ ഇടാൻ പറ്റൂലേ മൊത്തത്തില്? ഇതിപ്പോ പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട്. വണ്ടി ഇപ്പം ഇത് മിക്കവാറും എങ്ങും വരാൻ ചാൻസ് ഉണ്ടാവത്തില്ല കേട്ടോ. 2026 ഇറങ്ങിയ വെർഷനാ. ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ RS 200. നമ്മുടെ 2,29,000 രൂപ ഷോറൂം പ്രൈസ് വരുന്ന വണ്ടിയാണ്. നമുക്ക് 1,69,000 രൂപ കൊടുക്കാം. വണ്ടി 2026 മോഡൽ 1,69,000 ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ് മതിയാവും. 20 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. അകത്തേക്ക് പോലെ. അപ്പൊ അകത്തേക്ക് വരുമ്പോൾ ഇഷ്ടം പോലെ വണ്ടികളല്ലേ? ഏകദേശം എത്ര വണ്ടി അകത്തുണ്ട്? ഏകദേശം നമ്മുടെ 400 വണ്ടിക്ക് മുകളിൽ ഇവിടെ മാത്രം സ്റ്റോക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ആലുവ സ്റ്റോറിൽ ഏകദേശം ഒരു 250. ഞാൻ പറയാൻ പറഞ്ഞത് നമുക്ക് 2 ഷോറൂം ഉണ്ട്, കാണുന്ന എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ ആദ്യത്തെ ഷോറൂം, രണ്ടാമത്തെ ഷോറൂം ആലുവ മുട്ടം നമ്മുടെ മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്തുള്ളത്. മെട്രോ ബില്ല നമ്പർ എത്ര? 172. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് വന്നോളൂ. ഇങ്ങോട്ട് വെറൈറ്റി ഷോറൂമിലൊന്നും കാണാൻ പറ്റാത്ത ഐറ്റംസ് ആണ്. എവിടെ നിന്ന് തുടങ്ങണം? ഒരു മൂല്യം തുടങ്ങിയാലോ? എല്ലാം വെറൈറ്റി സാധനങ്ങളായിട്ട്. സോണ്ടസ് 2023 മോഡല് സോണ്ടസിന്റെ GK 350 എന്ന് പറയുന്ന വണ്ടി. ഇത് കേരളത്തിൽ ആകെ 4 പീസ് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 4.5 ലക്ഷം രൂപയോളം വില ഉണ്ടായിരുന്ന വണ്ടിയാ. നമ്മുടെ റേറ്റ് വരുന്നത് 2,47,000 രൂപ. 2,47,000. ആകെ 4 പീസ് ഉള്ളൂ. ആകെ 4 വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം നമ്മുടെ അടുത്ത് ഒരെണ്ണം നമ്മുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഓക്കെ, പ്രോപ്പർ കഫേ റൈസർ വണ്ടി.
ഇത് ഫിനാൻസ് കിട്ടുന്നതല്ലേ എല്ലാം ഫിനാൻസ് അവൈലബിൾ ആണ്. ഏകദേശം 50,000 60,000 ഒക്കെ ഡൗൺ പേയ്മെന്റ് മുതലൊക്കെ ഇറക്കാൻ പറ്റും. ഹാർലി ഡേവിഡ്സന്റെ ഫാറ്റ് ബോബ് ഇത് അടുത്ത ദിവസം കച്ചവടം പറഞ്ഞു വെച്ചേക്കുന്ന വണ്ടിയാ. 2017 വണ്ടി 9 ലക്ഷം രൂപ. 9 ലക്ഷം 9 ലക്ഷത്തിന് വണ്ടി കാണിച്ചു, 14 ലക്ഷത്തിന് കാണിച്ചു. ഇതും കാണിക്കാനുണ്ട്. 12 ലക്ഷത്തിന് നമ്മൾ കാണിച്ചായിരുന്നല്ലോ. അടുത്ത സോണ്ടസിന്റെ അഡ്വഞ്ചർ ഇരിക്കുന്നുണ്ട്. ഏകദേശം 2,47,000 രൂപ അതിനും പ്രൈസ്. 2,47,000 രൂപ. KL7 വണ്ടിയാ. കേരളത്തിൽ 10 വണ്ടി താഴെ ഇറങ്ങിയിട്ടുള്ളൂ. റയർ വണ്ടികളുടെ കളക്ഷൻസ് ആണ് മൊത്തം. അതുപോലെ ഇപ്പൊ ഇന്ന് വന്നേക്കുന്ന വണ്ടി കേട്ടോ. മാക്സിമം ഒരു 3 ദിവസത്തിന് മുകളിൽ ഈ വണ്ടി ഇവിടെ ഉണ്ടാവത്തില്ല. നമ്മളിപ്പം വീഡിയോ ചെയ്യുന്ന ഡേറ്റ് ജൂലൈ 30. അപ്പം 31-ാം തീയതി നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നാളെ 31-ാം തീയതി ഇടും. 31-ാം തീയതി ഇടും. നമ്മൾ 31-ാം തീയതി തൊട്ടുള്ളവര് ജസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് നോക്കിയിട്ട് വന്നു പോകണം. കാരണം ഈ പറയുന്ന വണ്ടികളെല്ലാം തന്നെ ഉണ്ടാവണമെന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് നമ്മളിപ്പോ അതിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രം വിളിച്ചിട്ട് വരുക കേട്ടോ. കാരണം എല്ലാ വണ്ടിയും എപ്പോഴും ഉണ്ടാവത്തില്ല, ഇങ്ങനെ വണ്ടികൾ പൊക്കോണ്ടിരിക്കും. ഈ വണ്ടി എങ്ങനെ 2021 മോഡലാ കേട്ടോ. ആകെ 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്, റെഡ് റൂസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന ഇതിന്റെ വണ്ടിയാണ്. ഇതിന്റെ സ്റ്റോക്ക് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ റേറ്റ് 3,35,000 രൂപ. 3,35,000 രൂപ. ഇത്രയും ലോ കിലോമീറ്ററും റെഡ് റൂസ്റ്ററും അത്യാവശ്യം ആക്സറീസും ആഡ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഈ റേറ്റ് ഇട്ടേക്കുന്നത്. അപ്പൊ നല്ല പ്ലീസ് വണ്ടിയാണ്. ഫിനാൻസ് കിട്ടുന്നതാണ്. ചെറിയ ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് ഇറക്കാൻ പറ്റും. ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഇപ്പൊ ഈ കാണിക്കുന്ന മുതൽ ഈ സാധനവും വേറെ കേരളത്തിൽ ഒരു ഷോറൂമിലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മൊത്തം റെയർ വണ്ടികളാണ്. എല്ലാം റെയർ പീസ്. നമ്മൾ എല്ലാ വണ്ടികളും നമുക്ക് തന്നെ ആദ്യം വരുമല്ലോ. കേരളത്തിൽ ഇപ്പൊ ഏത് ലിസ്റ്റ് പോയാലും നമുക്കായിരിക്കും ആദ്യം വരുന്നത്. ഏത് വണ്ടി കൊടുക്കാണ്ടെങ്കിൽ സമീപിച്ചാൽ എടുത്തോളും. SVയുടെ അഡ്വഞ്ചർ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ. ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ അഡ്വഞ്ചർ ആണ്. നമ്മുടെ റേറ്റ് വരുന്നത് 1,99,000 രൂപ. ഏകദേശം 2,67,000 രൂപ ഇന്ന് വിലയുള്ള വണ്ടിയാണ്. പുത്തൻ വണ്ടി 1,99,000 രൂപ. ട്രൈഫിന്റെ അത്യാവശ്യം എല്ലാ മോഡൽസും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. DS6 ഇതിന് മുന്നത്തെ 400cc ഒറിജിനൽ 400cc വരുന്ന എല്ലാ മോഡൽസും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. പല രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടല്ലേ? 5 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. അതുപോലെ ട്രക്സ്റ്റോൺ ഉണ്ട്. ഇതൊക്കെ എന്ത് വില വരും? ഇതെല്ലാം 2025 മോഡലൊക്കെ 245 വരെ. 400 നിസാര കിലോമീറ്റർ ഓടിയ വണ്ടിയൊക്കെ 240, 245 ഒക്കെയാണ് സ്പീഡ്. 400 വരുന്ന ഈ T4 നിങ്ങൾ മാറുകയാണെന്നുണ്ടെങ്കിൽ 2024-25 വണ്ടിക്കൊക്കെ ഒരു 210, 215 വരും. ട്രക്സ്റ്റോണിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രക്സ്റ്റോൺ എന്ന് പറയുന്ന വണ്ടി ഏകദേശം നല്ല വില ഉണ്ടായിരുന്ന വണ്ടിയാ. 4 ലക്ഷം രൂപയോളം 3,85,000 രൂപയോളം വില ഉണ്ടായിരുന്ന വണ്ടിയാ. നമുക്ക് എന്ത് വില കൊടുക്കാൻ പറ്റും? 3,000 ഒക്കെ കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന വണ്ടി കേട്ടോ. ഇതൊക്കെ വണ്ടി നമുക്ക് വരുന്ന റേറ്റ് 2,70,75,000 രൂപയ്ക്ക് കൊടുക്കാം. 2,75 വണ്ടി ഇരിക്കുന്നുണ്ട്. 2,000 കിലോമീറ്റർ വെച്ച് ഓടിയിട്ടുള്ളൂ. 2,000 കിലോമീറ്റർ. ഇത്രയും വണ്ടി തിക്കായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. ഓടിച്ചിട്ട് പറയുന്നതായിരിക്കും. ഗൊറില്ല 2025 മോഡൽ കേട്ടോ. 25 മോഡൽ ഗൊറില്ല വണ്ടിയാ. നമ്മുടെ റേറ്റ് വരുന്നത് 2,69,000. എല്ലാം സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? നമുക്ക് കണ്ട വണ്ടി എല്ലാ വണ്ടിയും സിംഗിൾ ഓണർഷിപ്പ്. 90% വണ്ടികളും ഇവിടെ ഉള്ളത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതുപോലെ എക്സ്പൾസ് 2023 വണ്ടി 1,31,000 രൂപ. 1,31. ഹിമാലയ നല്ല ക്ലീൻ പീസ് വണ്ടി 1,88,000 രൂപ. 2020 മോഡൽ ക്വാളിറ്റി വണ്ടി. BMW GS ഏകദേശം 50,000 രൂപയോളം ആക്സറീസ് ലോഡ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. 3,49,000 രൂപ. 2024 മോഡൽ നിസാര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അവിടുത്തെ കേസ് അവിടുത്തെ കേസ് ഡുക്കാറ്റിയുടെ മൾട്ടിസ്ട്രാഡ് ഇരിക്കുന്നുണ്ട്. റെഡ് വണ്ടി ഏകദേശം 12 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. GS അടുപ്പിച്ച് 3 ഇരിപ്പുണ്ട്. 2,79,000, 2,85,000 ആ റേറ്റ്. 390 അഡ്വഞ്ചർ ഒക്കെ ഇരിക്കുന്നുണ്ട്. 2024 390 അഡ്വഞ്ചർ ഒക്കെ നമുക്ക് ഒരു 2,90,000 രൂപയ്ക്ക് കൊടുക്കാം. 24 മോഡൽ കേട്ടോ. 250 ആണെങ്കിലോ? 250 ഒക്കെ ഒരു 2,10 കൊടുക്കാം. 2,10. അപ്പൊ എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസും ഫോട്ടോസും കാര്യങ്ങളും അതുപോലെ BMW നമ്മുടെ പേജിലില്ലേ? ഉണ്ട്. ഇതൊക്കെ നിസാര കിലോമീറ്റർ ഓടിയേക്കുന്ന ഫ്രഷ് വണ്ടി കേട്ടോ. ഇതൊക്കെ നമുക്ക് 2,89,000 രൂപയ്ക്ക് കൊടുക്കാം. 2,89. അതെ. എയറോക്സ് ഇരിക്കുന്നുണ്ട്. പുത്തൻ വണ്ടി 2025 മോഡൽ 1,50,000 രൂപയ്ക്ക് കൊടുക്കാം. 1,50,000 രൂപ.
പിന്നെ കുറച്ച് ഡ്യൂക്കിന്റെ കളക്ഷൻസ് ആണ് 390. ഈ ഇരിക്കുന്നതെല്ലാം 390 Gen 3 പുത്തൻ വണ്ടികളാണ്. 2024, 25, 26 നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. 2024 വണ്ടിയൊക്കെ ഒരു 2,80,000 രൂപ റേഞ്ചിൽ കൊടുക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ 2026 ക്രൂയിസ് കൺട്രോൾ ഉൾപ്പെടെ വരുന്ന വണ്ടിക്ക് 3,25,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം 4,40,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാണ്. പിന്നെ 250 അതുപോലെ 250 അതുപോലെ ഉണ്ട്. ഈ Gen 3 250 ഒക്കെ നമുക്ക് ഒരു 1,80,000 1,88,000 രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. 2024 മോഡൽസ്. 3 ടൺ ആണെങ്കിലോ 3 ടൺ ആകുമ്പോൾ 2,20,000 രൂപയ്ക്ക് കൊടുക്കാം. ആർസികളും കുറച്ചിരിക്കുന്നുണ്ടല്ലേ? ആർസികൾ ഒരുപാടെണ്ണം ഉണ്ട്. ആർസിക്ക് ഏതൊക്കെ മോഡൽസ് വരുന്നുണ്ട്? നമുക്ക് ആർസി 2015 തൊട്ട് 2021 വരെയുള്ള മോഡൽസ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് ഒക്കെ ഏകദേശം എത്ര വരും? സ്റ്റാർട്ടിംഗ് നമുക്ക് ഒരു 1,20,000 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. എല്ലാ മോഡൽസും ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പച്ച വണ്ടി ഇരിക്കുന്നുണ്ട്. BMW ഒരു 2,80,000 അതുപോലെ കീവയുടെ ഒരു സ്കൂട്ടർ ഇരിക്കുന്നുണ്ട് കേട്ടോ. പ്രീമിയം സ്കൂട്ടർ ഏകദേശം 3.5 ലക്ഷം രൂപയുടെ സ്കൂട്ടർ. ഇതൊരു 1,90,000 രൂപയ്ക്ക് കൊടുക്കാം. ഈ പച്ച വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഡോമിനോർ 2025 മോഡലാ 2,30,000 രൂപയ്ക്ക് കൊടുക്കാം. 2,30,000 രൂപ. എത്ര ഡൗൺ പേയ്മെന്റ് ഒരു ഏകദേശം? 40,000 രൂപ താഴെ. 30,000 രൂപ ഉണ്ടെങ്കിൽ 30,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതാണ്. വീണ്ടും ഡ്യൂക്ക് ഇരിക്കുന്നുണ്ടല്ലോ. അതെല്ലാം ഡ്യൂക്ക് 250 ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത് അതെല്ലാം ഡ്യൂക്ക് 250 ഇതെല്ലാം 2023, 24, 25 Gen 3s ഒക്കെ നമുക്ക് റേറ്റ് വരുന്ന 2 രൂപ താഴാണ്. ഇപ്പൊ 4,000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി ഇരിക്കുന്നത് 2,05,000 രൂപ. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ 2026 വണ്ടിക്ക് 2,40,000 രൂപ. ഇന്റർസെപ്റ്റർ വീണ്ടും ഉണ്ട്. 2,40,000 രൂപ. 2019 മോഡല് 31,000 ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള ക്ലീൻ വണ്ടിയാണ്. 2,40,000 രൂപയ്ക്ക് 40 രൂപ ഡൗൺ പേയ്മെന്റിൽ കിട്ടോ ഇറക്കാൻ പറ്റുമോ? നല്ല സിബിൽ ഉണ്ടെങ്കിൽ 40,000 രൂപയ്ക്ക് ഇറക്കാൻ പറ്റും. ആർസികൾ അതുപോലെ ഒരുപാടെണ്ണം ഇരിക്കുന്നുണ്ട്. Gen 390 RC 390 നമുക്ക് റേറ്റ് വരുന്നത് 2,25,000 രൂപ. 2,25,000 വരുന്നത്. ഡ്യൂക്ക് ഇഷ്ടംപോലെ പിന്നെ നിരന്നിരിക്കണ്ടല്ലോ. 19 മോഡല് RC 200 1,35,000 രൂപ. 35 അല്ല 1,35 അല്ല 1,34 സോറി 34. വീണ്ടും ട്രൈംഫ് T4 അത് ഞാൻ പറഞ്ഞില്ലേ ഒരു 2,10 2,15 ആ റേഞ്ചിലൊക്കെ T4 നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. എല്ലാ ബ്രാൻഡിന്റെ ഒരുവിധപ്പെട്ട എല്ലാ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. CB ഇരിക്കുന്നുണ്ട്. CB 350 RS 1,77,000 രൂപയ്ക്ക് 2023 മോഡൽ കൊടുക്കാം. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിയുടെയൊക്കെ ക്വാളിറ്റി ഉണ്ടോ? ക്വാളിറ്റി വണ്ടിയാണ്. ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ വണ്ടികളാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ വണ്ടികളും അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ ഡ്യൂക്കിന്റെ ഹൈനസ് കണ്ടോ 2026 മോഡല് സോറി ഇത് 2023 മോഡൽ 2023 മോഡൽ 1,70,000 രൂപ. 1,70,000. ഹിമാലയന്റെ സ്ക്രാം 440 2025 മോഡൽ ടോപ്പ് എഡിഷൻ വണ്ടി 2,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാം. 2,30,000 നിങ്ങളുടെ കസ്റ്റമറിന് 2,30,000 സ്പെഷ്യൽ റേറ്റ് ആണ്. 3,02,000 രൂപയോളം ഓൺ റോഡ് പ്രൈസ് വരുന്ന ടോപ്പ് എഡിഷൻ മോഡലാണ്. ജാവ പറഞ്ഞിട്ടുണ്ടല്ലോ ഒറ്റക്ക്. ജാവ നമുക്ക് 1,33,000 രൂപ. ഇത് 2023 മോഡലാണ്. ഈ മോഡൽസ് ഒരു 4-5 വണ്ടിയോളം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ ഈ വണ്ടി 2026 1000 കിലോമീറ്റർ ഓടിയ ഹൈനസ്. 1000 കിലോമീറ്റർ ഓടിയ ഹൈനസ് ഫുൾ ഫിറ്റിംഗ്സ് എക്സ്റ്റൻഡഡ് വാറന്റി ഒക്കെ ചെയ്ത വണ്ടി. 2,17,000 രൂപ 2,48,000 രൂപ ബില്ലിംഗ് എമൗണ്ട് ആയ വണ്ടിയാണ് കസ്റ്റമറിന്. 2,17,000 രൂപ 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാവറിക് ഉണ്ട്. മാവറിക് കഴിഞ്ഞ ദിവസം 30 കിലോമീറ്റർ ഓടിയ വണ്ടി ഉണ്ടായിരുന്നു. ഷോറൂമിൽ നിന്ന് നമ്മൾ തന്നെ ഡയറക്റ്റ് ഓടിച്ചോണ്ട് വന്ന വണ്ടി അത് മെനങ്ങാന്ന് കൊടുത്ത് 9,000 കിലോമീറ്റർ 1,84,000 രൂപ. മീറ്റിയോർ 1,69,000 രൂപ. ഡൊമിനാർ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനാ. ഡൊമിനാറിന് 2,30,000 രൂപ. ബാക്കിൽ ഏതൊക്കെ ഇരിക്കണം? ജാവയാണ് മൊത്തം. അത് മൊത്തം എസ്ഡിയും ജാവ ഇരിക്കുന്നുണ്ട്. അതൊക്കെ 1,10 തൊട്ട് 1,30 ആ റേഞ്ചിലുള്ള വണ്ടികളാണ്. പിന്നെ FC-കൾ കുറച്ചിരിക്കുന്നുണ്ട്. 2023, 24, 25 ഒക്കെ വണ്ടികളായിരിക്കുന്നത്. FC ഒക്കെ ഒരു 2023 ഒക്കെ ഒരു 90 രൂപ, 2024 ഒക്കെ ഒരു 98 രൂപ. RC പിന്നെ കരീസ്മ XMR റെഡും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. രണ്ടും 1,36,000 രൂപയാണ് വരുന്നത്. വെറും 3,000 കിലോമീറ്റർ ഈ XMR ഒക്കെ ഓടിയിട്ടുള്ളൂ കേട്ടോ. 3,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതിയ വണ്ടിക്ക് വരെ അത് എടുത്താൽ മതി. 2,12 വണ്ടി വരുന്ന വണ്ടിയാണ്. 2021 മോഡലിനൊക്കെ
1,10,000 രൂപയുള്ളൂ കേട്ടോ. 1,10. പിന്നെ ഈ ഇരിക്കുന്ന സെക്ഷൻ കംപ്ലീറ്റ് MDs ആണ് ഇരിക്കുന്നത്. MDs നമ്മുടെ റേറ്റ് വരുന്നത് 1,20 തൊട്ട് 1,75 വരെ. ഏതൊക്കെ മോഡൽസ് വരുന്നത്? 21, 22, 23, 24, 25 വരെയുള്ള വണ്ടിയുണ്ട്. 21 വണ്ടിയൊക്കെ ഒരു 1,20, 22 വണ്ടിയൊക്കെ ഒരു 1,30, 23 വണ്ടിയൊക്കെ ഒരു 1,40 റേഞ്ച്, 24 വണ്ടി ഒരു 1,50 തൊട്ട് 1,60 ഇറക്കാൻ പറ്റും. റേറ്റ് വരുന്നുണ്ട്. ഡൗൺ പേയ്മെന്റ് വണ്ടിയൊക്കെ ഒരു 1,65 തൊട്ട് 1,75 വരെ. ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു 20 രൂപ 30 രൂപ റേഞ്ച് MDs വേണമെങ്കിലും ഇറക്കാം. അതുപോലെ ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് ഡ്യൂക്ക് 200 ഇടാം. 2020 തൊട്ട് 25 വരെയുള്ള ഡ്യൂക്ക് 200 ഉണ്ട്. 2020 വണ്ടിക്കൊക്കെ നമുക്ക് റേറ്റ് 1,20,000 രൂപയ്ക്ക് 20 വണ്ടിയൊക്കെ കൊടുക്കാം കേട്ടോ. അതുപോലെ 21 വണ്ടി 1,35, 22, 23, 24, 25 ഈ വണ്ടികളെല്ലാം ഡ്യൂക്ക് 200 അവൈലബിൾ ആണ്. ഇങ്ങോട്ട് ഡ്യൂക്ക് 200 25 മോഡലൊക്കെ നമുക്ക് 1,85 കൊടുക്കുന്നത് കേട്ടോ. 25 മോഡൽ. അതുപോലെ 250 3 ഉണ്ട്. 250 നമുക്ക് റേറ്റ് വരുന്നത് 1,57,000, 1,87,000 ഒക്കെയാണ് റേഞ്ച് വരുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞാണ് അത് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ V4 V3 നിറച്ചു വെച്ചേക്കല്ലേ? ഇത് കംപ്ലീറ്റ് വണ്ടികളും V4കളാണ്. V4 V3കളുമാണ്. V4 V3 ഏതൊക്കെ മോഡൽസ് വരുന്നുണ്ടെന്ന് ഓടിച്ചിട്ട് പറഞ്ഞാൽ V3 വരുവാണെങ്കിൽ 2019 തൊട്ട് 2025 വരെയുള്ള V3 ഉണ്ട്. സ്റ്റാർട്ടിങ് ഒരു 90 രൂപ തൊട്ട് 1,35,000. 2025 ആണ് ഏറ്റവും ടോപ്പ് ഇരിക്കുന്നത്. 1,35,000 റേറ്റ് വരുന്നത്. ഏകദേശം ഒരു 10 തൊട്ട് 20 വരെ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഏത് വേണമെങ്കിലും ഇറക്കാൻ പറ്റും. V4 ആണെങ്കിൽ 2022 തൊട്ട് 2024 വരെയുള്ള വണ്ടികളാണ്. അത് ഒരുപാടെണ്ണമുണ്ട്. ഒരുപാട് വണ്ടി നമ്മുടെ വാഷിംഗ് സെന്ററിൽ ഇന്ന് ഇപ്പം സ്റ്റോക്ക് വന്നതിലും V4 V3 ഒക്കെ ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. 2022 ഒരു 1,15, 2023 ഒക്കെ ഈ ബ്ലൂ വണ്ടിയൊക്കെ ഒരു 1,19 റേഞ്ചിലൊക്കെ ഇറക്കാം. വില വരുന്നത് 2024 ഈ കാൻഡിയുടെ റെഡ് ഒക്കെ ഒരു 1,47. അതെ അതെ. വില അനുസരിച്ച് ഡൗൺ പേയ്മെന്റ് 10, 20, 30 അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ വന്നേക്കുന്ന ഡ്യൂക്ക് 250കളാണ്. ലേറ്റസ്റ്റ് എഡിഷൻ എന്ത് വില വരും? ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ വന്നേക്കുന്ന 2026 മോഡലിൽ 240. 2025 മോഡലില് റേറ്റ് വരുന്നത് 2,32,000. ജാവ 2 ജാവയ്ക്ക് ഒരു 88 രൂപ. പൾസറിന്റെ P125 ഇതൊക്കെ വേറെ ഏതെങ്കിലും ഷോറൂമിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ലേറ്റസ്റ്റ് എഡിഷൻ ആണ്. എന്ത് വില വരും? അതൊക്കെ ഒരു 87 രൂപ. 87,000 രൂപ പൾസർ. FC ആണെങ്കിലോ? FC ആകുമ്പോൾ 2024 92,000 രൂപ. പിന്നെ ഒരു അപ്പാച്ചി RTR 160 ഇരിക്കണ്ട. ഇത് 2025 പുത്തൻ വണ്ടി. നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1,20,000 രൂപ. ഇതാണെങ്കിലോ? ജിക്സർ 250 2020 ജിക്സർ 250 94 രൂപ. ഓക്കെ, ഇത്ര വണ്ടികളാണ് അകത്തുള്ളത്. പുറത്ത് നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ മൈലേജ് വണ്ടികൾ സ്കൂട്ടേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. സൈഡിൽ ഇരിക്കുന്ന കംപ്ലീറ്റ് V4കളാണ്. V4 ഇരിക്കുന്നുണ്ടല്ലേ? V4കളും V3കളും ആണ് കംപ്ലീറ്റ് സ്റ്റോക്ക് ഉള്ളത് കൂടുതൽ. ഇനി വണ്ടികൾ ഒരുപാട് കാണിക്കാനുണ്ട്. നമുക്ക് അപ്പുറത്ത് പോയിട്ട് മറ്റു വണ്ടികൾ നോക്കിയാലോ? ഇവിടെ മൊത്തം സ്ഥലപരിമിതി ഇല്ലാത്തതുകൊണ്ട് പലയിടത്തായിട്ട് നമ്മൾ വണ്ടികൾ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് നടക്കാൻ പോലും സ്ഥലമില്ല കേട്ടോ. നടക്കാനുള്ള സ്ഥലം ഉള്ളൂ ഇവിടെ. വണ്ടി പുറത്തേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് അടുത്ത വണ്ടിയിൽ പോവാം. അപ്പൊ അതേ ഒരു വണ്ടി ഇരിക്കണം. ഏതത്? 2025 V3 സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക ബ്രാൻഡ് കണ്ടീഷൻ. ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ട് വന്നതാ. കസ്റ്റമർ ചാൻസ് ഉണ്ട്. നമുക്ക് എന്ത് വില? 1,35,000 രൂപ. 25 മോഡൽ. റോണിൻ ആണെങ്കിലോ? റോണിൻ ഏറ്റവും ടോപ്പ് എഡിഷൻ മോഡല് 1,29,000 രൂപ. 1,29 ടോപ്പ് എഡിഷൻ മോഡല്. അതുപോലെ RCകളുണ്ട്. RC ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? 2016 മോഡല് നിസ്സാര കിലോമീറ്റർ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 18,000 കിലോമീറ്റർ ഓടിയ വണ്ടി. എന്ത് വില കൊടുക്കാൻ പറ്റും? 1,20,000 രൂപ. 1,20 അല്ലേ? 1,20. അടുത്ത ഡ്യൂക്ക് 250 2022 1,87,000 രൂപ. ഇതാണെങ്കിലോ? ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ആട്ടോ. 2025 4V ആണ്. Extreme 4V 160 4V. എത്ര ഓടിയിട്ടുണ്ട്? നിസ്സാര ഓടിയിട്ടുള്ളൂ. 10,000 ഒക്കെ ഓടിയിട്ടുള്ളൂ. നിസ്സാര കിലോമീറ്ററോടെ വണ്ടി 1,12,000 രൂപയ്ക്ക് കൊടുക്കും. 12. അപ്പൊ ഒരു 12 രൂപ മതിയാവോ ഡൗൺ പേ? ഏകദേശം 20,000 താഴെ മതി ഇതൊക്കെ ഇറക്കാം. 20,000 താഴെ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ജാവ ഇത് നമുക്ക് 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ, NS 400 അല്ലേ? NS 400 ആണ് കേട്ടോ. NS 400 നമ്പർ പ്ലേറ്റ് മാറ്റി കൊടുക്കും. നമ്പർ പ്ലേറ്റ് പുതിയത് വെച്ച് കൊടുക്കും. ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ വന്ന വണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി അടച്ചു. ഓക്കെ, എന്ത് വില വരും?
10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 10,000 ഒരു സ്ക്രാച്ച് പോലും ഇല്ല. ഈ നമ്പർ പ്ലേറ്റ് ഓടിഞ്ഞതാണെന്നും പറയും വേറെ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. ഇന്നലെ വന്ന വണ്ടി ആയതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നത്, ഇടിച്ചിട്ട് ഒടിഞ്ഞൊന്നുമല്ല, അല്ലാതെ ഒടിഞ്ഞു പോയതാണ്. അകത്ത് കയറ്റാതെ വെച്ചേക്കുന്നത് അതുകൊണ്ടാണ്. നമ്പർ പ്ലേറ്റ് കൂടെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ അകത്ത് കയറ്റുള്ളൂ. 1,69,000 രൂപ. 69, 30, 40 ഒക്കെ ഇറക്കാം. അതെ, 2 എൻഡോർക്ക് ഇരിക്കുന്നുണ്ട്. 2 എൻഡോർക്ക് ഇരിക്കുന്നുണ്ട്. 2023 വണ്ടികളൊക്കെ ഒരു 72 രൂപ 73 രൂപ റേഞ്ച്. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോൾ ഈ വണ്ടി നമ്മൾ പറഞ്ഞാണ് ഇവിടെ ഇപ്പൊ ഒരു ഇത് റേസ് ഇട്ടാറ്, ഇത് കുറച്ച് കുറഞ്ഞ മോഡലാണ്. 2014 രൂപ, 2016 ഇത്രയും ഹൈ ക്വാളിറ്റി വണ്ടി ആയതുകൊണ്ടാണ് റേറ്റ്. നമുക്കിത് ഇപ്പൊ ഉള്ളതിൽ കുറഞ്ഞ വണ്ടി ഇതാണ്. ഇനി കുറഞ്ഞുണ്ടോ? ഇല്ല, 15 രൂപയ്ക്ക് ഇപ്പൊ ഒരു ആക്റ്റീവ് ഉണ്ടായിരുന്നു, ഇപ്പൊ വിറ്റ് പോയത്. അപ്പൊ 15,000 മുതൽ വണ്ടി ഉണ്ടായിരുന്നു, പോയി. അല്ല, 22 രൂപയ്ക്ക് വേറെ ഒരു നല്ലൊരു മാസ്റ്റർ ഇരിക്കുന്നു, നമുക്ക് കാണിക്കാം. ഇതാണെങ്കിലാ ബർഗ്മാനൊക്കെ ഒരു 37 രൂപയ്ക്ക് കൊടുക്കാം. 2019 37,000 രൂപ വന്നതാ. ഇപ്പൊ കസ്റ്റമർ കൊണ്ടുവച്ചിട്ട് പോയേക്കുന്നതാ. 2020 മോഡല്. അതൊക്കെ ഒരു 48 രൂപയ്ക്ക് കൊടുക്കാം. ഇതിപ്പോ മഴ പെയ്തോണ്ടാണ് ഈ കണ്ടീഷനിൽ കിടക്കുന്നത്. അകത്തേക്ക് വരുമ്പോൾ ഇഷ്ടം പോലെ സ്കൂട്ടേഴ്സ്, മൈലേജ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. 390 ഇപ്പൊ ഒരെണ്ണം വന്നിട്ടുണ്ട്. സർവീസ് ചെയ്യാറുണ്ട്. എന്ത് വില വരും? ഒരു 1,70,000 രൂപയൊക്കെ റേഞ്ച് വരുള്ളൂ. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ സ്കൂട്ടർ ചാകരല്ലേ? ഇതൊരു ജാവ ഇരിക്കുന്നുണ്ട്. ജാവ എല്ലാ കളേഴ്സും കണ്ടായിരുന്നു. എല്ലാ കളറും ഉണ്ട്. ജാവ ഇതൊക്കെ ഒരു 87,000. നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ച് ഡിയോ ഇരിക്കുന്നുണ്ട്. ഡിയോ ഏതൊക്കെ മോഡലൊക്കെ? 2022, 23, 24 മോഡൽസ് ഒക്കെ ഉള്ളത്. എന്ത് വില വരും? 22 മോഡലൊക്കെ ഒരു 63 രൂപ. 23 മോഡലൊക്കെ ഒരു 67 രൂപ. 24 മോഡലൊക്കെ ഒരു 74 രൂപ. 24. ഇനി എൻടോർക്കിന്റെ വമ്പൻ കളക്ഷൻസ് ആണല്ലോ. എൻടോർക്ക് ഒരുപാടെണ്ണം ഉണ്ട്. ഏതൊക്കെ മോഡൽസ് വരുന്നുണ്ട്? ഫുള്ള് വണ്ടിയും എൻടോർക്ക് ഏതൊക്കെ മോഡൽസ്? നമുക്ക് 2020 മോഡലാണ്. 2020 മോഡൽ. 2020 മോഡല് നമുക്ക് ഒരു 57,000 രൂപയ്ക്ക് കൊടുക്കാം. 32,000 കിലോമീറ്റർ, 57,000 രൂപ. ഇതൊക്കെയാണെങ്കിലോ? അതുപോലെ ഇതെല്ലാം 23, 24, 25 വണ്ടികളൊക്കെ ഉള്ളത്. 25 വണ്ടി ഇതാണ്ട് ഫ്രഷ് വണ്ടി 94 രൂപയ്ക്ക് കൊടുക്കുക. 25 വണ്ടിയൊക്കെ 94. 24 വണ്ടികളൊക്കെ ഒരു 82 തൊട്ട് 87 വരെ. ഈ എക്സ്റ്റിക്കൊക്കെ എന്ത് വരും? എക്സ്റ്റിക്കൊക്കെ 79 രൂപ, 87 രൂപ അറേഞ്ച് കൊടുക്കാൻ പറ്റും. അവിടെ മെഹയുടെ കളക്ഷൻസ് ഉണ്ട്, കുറച്ച് ഫാസിനോസ് ഇരിക്കുന്നുണ്ട്. ഏതൊക്കെ മോഡൽ വരുന്നുണ്ട്? ഒരു 60,000 തൊട്ട് 2025 മോഡലൊക്കെ ഒരു 82,000 രൂപ വരും. 82,000. പിന്നെ അങ്ങോട്ട് പോകുമ്പോ ഫാസിനോ ഇരിക്കുന്നുണ്ട്, റേസ് ഇട്ടാറിരിക്കുന്നുണ്ടല്ലോ. കുറച്ച് കുറഞ്ഞ വണ്ടികൾ കുറച്ച് കൂടുതൽ ഇരിക്കുന്നുണ്ട്. ഒക്കെ ഒരു 30 രൂപ 32 രൂപ റേഞ്ച്. മാസ്റ്റർ ഏതാണ് നമ്മൾ പറഞ്ഞു? വില കുറഞ്ഞ മാസ്റ്റർ ഇതാണ്. വില കുറഞ്ഞ മാസ്റ്റർ. വില കുറഞ്ഞാലും ആ ഒരു കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. ക്വാളിറ്റി വണ്ടി. നിങ്ങളുടെ ആൾക്ക് 20 രൂപയ്ക്ക് കൊടുക്കാം. 20,000 രൂപ സ്പെഷ്യൽ ഓഫറാണ്. 2000 ഏതാ മോഡല്? 2013. ഇത് വണ്ടി 30,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. 30,000 കിലോമീറ്റർ. 2013. വെറും 20,000 രൂപ സ്പെഷ്യൽ ഓഫർ. 7,000 ഓടിയ വെസ്പ ഉണ്ട്. 69 രൂപ. 2020 വണ്ടി 150 VXL 150. ഓക്കെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ബൈക്കിന്റെ സെക്ഷൻസ് ആണ് ഇരിക്കുന്നത്. HF Deluxe, ജാവ. പിന്നെ 2021 വണ്ടി 37,000 രൂപ. 37,000 രൂപ. FC ഒക്കെ ആണെങ്കിലോ? ജാവ ഇത് 87,000 രൂപ. FC 2 ഇത്രയും ജാവയൊക്കെ ഇത്രയും വില കുറച്ച് നിങ്ങൾ ഫുള്ള് നോക്കിക്കോ. ഇതെല്ലാം ഫുൾ ചെക്കിംഗ് വാറന്റി ഉൾപ്പെടെ ഞങ്ങൾ എല്ലാ വണ്ടിയും കൊടുക്കും. നമുക്കിപ്പോ വാറന്റി എത്ര കൊടുക്കുന്നുണ്ട്? വണ്ടി നല്ല 15 ഡേയ്സ് കംപ്ലീറ്റ് ചെക്കിംഗ് വാറന്റി ഉൾപ്പെടെ നമുക്ക് തരുന്നതാണ്. എല്ലാ വണ്ടിക്കും എന്തുണ്ടെങ്കിലും നമ്മൾ ചെയ്തു തരും. അതുകൊണ്ട് മാത്രമേ നമുക്ക് ഇത്രയും വണ്ടികൾ ഒരു മാസം പോകുന്നത്. FC 69 രൂപ. 69,000 രൂപ. ഇതാണെങ്കിലോ? ഇതാകുമ്പോ ഇത് പുത്തൻ FC ആട്ടോ. പുത്തൻ 2025 മോഡലാ. 110 ആണ് വരുന്നത്. ഇതാണെങ്കിലോ? NS 93 രൂപ. 2023 വണ്ടി 93,000 രൂപ. ഈ ജിക്സർ SF അല്ലേ? SF ആണ് ആ റോയിലിരിക്കുന്ന കംപ്ലീറ്റ് വണ്ടികളും. എന്ത് വില വരും? 2020 വണ്ടിയൊക്കെ ഒരു 68 രൂപ. 2024 വണ്ടിയൊക്കെ ഒരു 99,000 രൂപ. ആ റേഞ്ചാ വരുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ മോജോ 1,12,000 രൂപയ്ക്ക് കൊടുക്കാം. 1,12 മോജോ. 2019 വണ്ടി 1,12. അതുപോലെ CB 200X ഉണ്ട്. 1,16,000 രൂപയ്ക്ക് കൊടുക്കാം. 2020 പൾസർ 125 ആണെങ്കിലോ? ഏതാ? ഒരു പൾസർ 125 ഇടയ്ക്ക് ഇരിക്കുന്നുണ്ട്. പൾസർ 125 ഒക്കെ ഒരു 68,000 രൂപയ്ക്ക് കൊടുക്കാം. 2023. പിന്നെ ഇത് മറ്റേ സംഭവം ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഒരു മാസം എനിക്ക് തോന്നുന്നു ഒരു 7 വണ്ടി 8 വണ്ടി CNG ബൈക്ക് നമുക്ക് പോകും. ബജാജിന്റെ CNG വിത്ത് പെട്രോൾ അല്ലേ? CNG വിത്ത് പെട്രോൾ. ഈ ഒരൊറ്റ വണ്ടിയും കൂടെ സ്റ്റോക്ക് ഉള്ളത്. നമ്മുടെ പേജ് എടുത്ത് നോക്കുന്നവർക്ക് അറിയാം. CNG വരുന്നത് മൊത്തം കംപ്ലീറ്റ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അത്രയും മാർക്കറ്റ് ഉണ്ട്. എന്താണ് എന്റെ വില? 25 മോഡലിന് 88,000 രൂപ. 88,000 രൂപ. അവഞ്ചർ 1,36,000 രൂപ ഓൺ റോഡ് പ്രൈസ്. 48,000 രൂപ. 2017 മോഡല്. ഈ ഗ്ലാമർ ഒക്കെ നല്ല ഫ്രഷ് കണ്ടീഷൻ വണ്ടി. 12,000 ഓടിയിട്ടുള്ളൂ. വെറൈറ്റി വണ്ടി ഇരിക്കുന്നുണ്ടല്ലോ. ബെനലി 600i 4,50,000 രൂപ. 4 ലക്ഷം രൂപ ഒളിച്ചിരിക്കണം അവിടെ അല്ലേ?
അത് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. ഒളിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. അതെ, സീറ്റ് ഇരിക്കുന്നുണ്ട്, മൈലേജ് കൊണ്ട് ഇരിക്കുന്നുണ്ട്. എന്ത് വില വരും? സീറ്റ് ഒക്കെ 2024 വണ്ടി 57 രൂപ. 57,000. വേറെ പാഷൻ പ്രോ അതുപോലെ ഒരു 4-5 വണ്ടികളുണ്ട്. 2022, 23, 24 ഒക്കെ ഉള്ളത്. 22 ഒരു 60 രൂപ താഴെ, 23 ഒരു 63 രൂപ, 24 ഒരു 68 രൂപയൊക്കെ. ഇപ്പൊ ഈ സീറ്റ് ഒക്കെ ഏതാ? ഈ സീറ്റുകളെല്ലാം 2022, 23, 24 വരെയുള്ള വണ്ടികളാണ് ഉള്ളത്. 22 വണ്ടിയൊക്കെ ഒരു 50 രൂപ വരും. 50 രൂപ. 23 വണ്ടിയൊക്കെ ഒരു 55, 24 വണ്ടിയൊക്കെ ഒരു 60 രൂപ താഴെ. പിന്നെ 220s കുറച്ചിരിക്കുന്നുണ്ട്. 220 ഇരിക്കണ്ടല്ലോ, അതേ ഇരിക്കണം. 76 രൂപ. 2020 ABS വണ്ടി 76. ഇവിടെ അതേ ഇരിക്കണം, മാറിപ്പോയി. 2019 ഇരിക്കുന്നത് 19 അവിടെ 66 രൂപ. 66. അതുപോലെ NS200 2021 97 രൂപ. 97. പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഇത്രയും വണ്ടികളോട് അങ്ങോട്ടും ഇങ്ങോട്ടും 125 ഉണ്ട്. എക്സ്ട്രീം 125കൾ കുറച്ചധികം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. എക്സ്ട്രീം 125 ഏതാ മോഡൽ? 125 എല്ലാം നമ്മുടെ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 77 രൂപ, 80 രൂപ ആ റേഞ്ച് ഒക്കെ. പാഷൻ പ്രോ, പാഷൻ ആണെങ്കിലോ? പാഷൻ ഞാൻ പറയില്ല, 60 രൂപ താഴെ ഉള്ളൂ. 60 രൂപ താഴെ ഉള്ളൂ. വേറെ നമ്മൾ ഏതെങ്കിലും പറയാനുണ്ടോ ഇടക്ക്? പിന്നെ അതുപോലെ അപ്പാച്ചി RTRs കുറച്ച് ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഒരു 75, 80 ആ റേഞ്ച് ഒക്കെയാണ് വരുന്നത്. റൈഡർ ഇരിക്കണ്ടല്ലോ, സൂപ്പർ സ്കോഡ് എഡിഷൻ. സൂപ്പർ സ്കോഡ് എഡിഷൻ റൈഡേഴ്സ് ഒക്കെ ഒരു 88 രൂപ വരും 2025. 2024 ഒക്കെ ഒരു 69 രൂപ, 2023 ഒക്കെ ഒരു 67 രൂപ, 70 രൂപ താഴെ വരുന്ന വണ്ടികളാണ്. അപ്പോ ഇത്രയും വണ്ടികളാണ് ഉള്ളതല്ലേ? നിലവിൽ ഇത്രയും വണ്ടികളാണ് നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. ഏകദേശം 400ഓളം വണ്ടി. ഓണത്തിന് വേണ്ടിയുള്ള പർച്ചേസ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. കുറെ വണ്ടി ഇപ്പം 2 ദിവസമായിട്ട് വന്നേക്കുന്ന ഒന്നും മഴ കാരണം നമുക്ക് ചെയ്ത് കിട്ടുന്നില്ല. മഴ ഒരു ഭീഷണിയല്ലേ? മഴ കാരണം ഇപ്പൊ 2-3 ദിവസമായിട്ട് മഴ. ഏകദേശം 20 വണ്ടിയോളം നമ്മുടെ സർവീസ് സ്റ്റോക്ക് ഉണ്ട്. ഈ 20 വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ വെക്കും? നിറഞ്ഞിരിക്കല്ലേ? പിന്നെ ഡെയിലി വണ്ടികൾ പോകുമ്പോൾ നമ്മുടെ മുട്ടത്തെ ഷോറൂമിൽ എങ്ങനെ ഇപ്പത്തെ അവസ്ഥ? മുട്ടത്തെ ഷോറൂമില് സ്റ്റോക്ക് ഓണത്തിനേക്കുള്ള പർച്ചേസ് തുടങ്ങി. നമ്മുടെ ലാസ്റ്റ് വീഡിയോ നമ്മൾ അവിടെ ചെയ്തത്. അതെ അതെ. ഇവിടെ പിന്നെ ചെയ്യാൻ പറ്റില്ല, പറഞ്ഞ പോലെ കുറച്ച് ഡിലേ വന്ന്. അവിടെ ഏകദേശം ഒരു 200-300ഓളം വണ്ടികൾ ഉണ്ടാവില്ലേ? 200 വണ്ടി 250 വണ്ടിയോളം സ്റ്റോക്ക് ഉണ്ട് മൊത്തത്തിൽ. അപ്പൊ ഒരു 400, 200, ഒരു 600, 700 വണ്ടിയോളം നമുക്ക് മൊത്തത്തിലുണ്ട്. അപ്പൊ ഏകദേശം 700ഓളം വണ്ടികൾ നമ്മുടെ അറ്റ് എ ടൈം സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് 2 പേജ് ഉണ്ട്, എക്സ് മോട്ടോറാഡും 02. ഇവിടുത്തെ വണ്ടികളെല്ലാം എക്സ് മോട്ടോറാഡിലും അവിടുത്തെ വണ്ടികൾ 02-ലും ഉണ്ട്. അപ്പൊ ഇന്ന് കണ്ട വണ്ടികളുടെ ഏതും ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വണ്ടികളുടെ ഒരു 3-4 ഫോട്ടോസും എല്ലാം ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത്, ഇല്ലെങ്കിൽ ഇൻസ്റ്റാ പേജിലെ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾ മാക്സിമം വരാൻ ശ്രമിക്കുക. ഈ കാണുന്ന വണ്ടികളൊക്കെ നാളെ തന്നെ ഉണ്ടാവും എനിക്ക് ഒരിക്കലും കൺഫേം പറയാൻ പറ്റില്ല. കാരണം ഓൾ കേരള കസ്റ്റമേഴ്സ് കൂടുതൽ നമുക്ക്. വേറെ കാര്യം പറയാൻ പറഞ്ഞാൽ ഈ അടുത്തൊരു ഗിവ് അവേ പുള്ളി കൊടുത്തായിരുന്നട്ടാ. അതുകൊണ്ട് പുള്ളിനെ എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ തമ്പി ജോജി തമ്പി വന്നിട്ട് എന്തായിരുന്നു നമ്മൾ കൊടുത്തത്? പൈസ ഇല്ലെങ്കിൽ വണ്ടി. അതെ അതെ. ഏതാ കൊടുത്തത്? പൈസ കൊടുത്തത്. എത്രയായിരുന്നു കൊടുത്തത് അമ്മ? എത്ര ലക്ഷം ഓർമ്മയുണ്ടോ? 3 ലക്ഷം. 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപ ക്യാഷ് നമുക്ക് ഗിവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഏകദേശം ഇത്രയും വണ്ടികളുടെ കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ പുതിയ വീഡിയോ ഓണത്തിന് നമുക്ക് ഇറക്കാം അല്ലേ? പുതിയ വീഡിയോ. ഇത് ഓണത്തിനുള്ള സ്റ്റോക്കുകളൊന്നും ഇല്ല. ഇതൊരു 10 ദിവസത്തിനുള്ളിൽ ഇത് ഓണം ക്ലിയറൻസ് സെയിലാണ്. ഇത് ക്ലിയറൻസ് ആക്കിയിട്ട് നമുക്ക് ഓണത്തിന് സ്പെഷ്യൽ സ്റ്റോക്ക് ആയിട്ട് സ്പെഷ്യൽ സ്റ്റോക്ക് വേറെ വരുന്നുണ്ട്. എപ്പോഴും 10 ദിവസം കൂടുമ്പോൾ മൊത്തത്തിൽ വണ്ടി മാറും. 10 ദിവസം നമ്മുടെ ഒരു മാസം തുടങ്ങി 15 ദിവസത്തിനുള്ളിൽ ഏകദേശം ഒരു 90 വണ്ടിയോളം നമുക്ക് സോൾഡ് ഔട്ട് ആവും. ഇരിക്കുന്ന മിക്ക വണ്ടികളും. ഇന്നിപ്പോ 30-ാം തീയതിയാണ്. അപ്പൊ ഇതുവരെ നമുക്ക് എത്ര വണ്ടികൾ ഇവിടെ സെയിൽ ആയിട്ടുണ്ടാവും ഏകദേശം? ഇവിടെ ഇപ്പൊ ഒരു 140 സംതിങ് ആണ് സെയിൽ ആയേക്കുന്നത്. ഈ മാസം ഇപ്പം മഴ ആയതുകൊണ്ട് ഇത്തിരി കുറവാണ്. 170-ലൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യും. 170-ലൊക്കെ നമ്മള് ഏകദേശം 150 എന്തായാലും ടച്ച് ആവും. 150, 160 നമ്മൾ ക്ലോസ് ആവുന്നതാണ്. അല്ല, അവിടെയും കൂടെ ചേർത്തിട്ട് നമുക്ക് 200+ ഉണ്ട് ഈ മാസം സെയിൽ ഉണ്ട്. 200+. അപ്പൊ അത്യാവശ്യം വണ്ടികൾ കേരളത്തിൽ നമ്മൾ വിൽക്കുന്ന ഒരു ഷോറൂമാണ് ഇത്. അപ്പൊ വിശ്വസത്തോടെ വണ്ടി എടുക്കാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കലൂർ കത്രിക്കടവറുള്ള ലെക്സ് മോട്ടോറാഡ് ആണ് ഷോറൂമിൽ വരുന്നത്. ബിസ്മിയുടെ ഓപ്പോസിറ്റ് അല്ലേ? അതെ അതെ. ഓക്കെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ജസ്റ്റ് ഒരു കോൾ ചെയ്യൂ, എന്നിട്ട് വരും. ഏതൊക്കെ സമയത്ത് വിളിക്കാൻ പറ്റും നമുക്ക്? സമയം നിങ്ങൾ ഏത് 11 മണിക്ക് മുന്നേ ഉള്ള ഏത് സമയത്ത് വേണേലും, രാവിലെ ഒരു 8 മണി തൊട്ട് രാത്രി 11 മണി വരെയുള്ള ഏത് സമയത്ത് വേണേലും വിളിച്ചാൽ. നമുക്ക് 2 കോൺടാക്ട് നമ്പർ എന്തോ ഉണ്ടല്ലേ ഇവിടെ? 2-3 നമ്പർ തന്നേക്കാം. ഇഷ്ടമുള്ളത് വിളിച്ചോ. എപ്പോഴും പറയാനുള്ള ഒരു കാര്യമുള്ളൂ, വിളിച്ചിട്ട് മാത്രം വരുക. എപ്പോഴും നമുക്ക് തെറിയാണ്. ഞങ്ങൾ അവിടുന്ന് വരുമെന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്. പക്ഷെ ഈ വരുമെന്ന് പറയുന്ന കസ്റ്റമർ നമ്മളെ വിളിച്ചു പറയാതെ വരുന്നത്. എന്തെങ്കിലും ഇപ്പം നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ഞാൻ വരും കേട്ടോ, നമ്മളെല്ലാരും വരും, ആരും വണ്ടി വേണ്ട വരില്ല എന്ന് പറയത്തില്ല. പക്ഷെ നിങ്ങൾ ഇറങ്ങാൻ നേരം ജസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരുമോ, നമ്മൾ ആ വണ്ടി എടുത്ത് മാറ്റി വെക്കും.
ഇറങ്ങാൻ നേരിച്ച് വണ്ടി ഉണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് വരാം. കാരണം ഇത്രയും കസ്റ്റമേഴ്സും കാര്യങ്ങളും വന്നുകൊണ്ട് നമുക്ക് തിരക്ക് വരുമ്പോൾ ഒന്നും ഓർത്തിരിക്കാനോ പറ്റില്ല. ഇപ്പം അങ്ങോട്ട് തന്നെ പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത് അച്ചു ബ്രോ, താങ്ക് യു തിരക്കിൻ്റെ ഇടയിലും വന്നതിന്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ഒരു ബൈ കൊടുത്തേക്ക്. ബൈ. ഓണത്തിന് മുന്നേ കാണാം കേട്ടോ.